ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല. ധന്യനായ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള ഭാഗങ്ങളിൽ, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു, ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകയും വരികയാൽ ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിനെപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞ സുവിശേഷത്തിനകത്ത്, തെസ്സലോനിക്ക സഭ അറിഞ്ഞ ദൈവിക സത്യത്തിനകത്ത് പൗലോസ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചു. അപ്പോൾ അറിഞ്ഞ വിശ്വാസത്തിനകത്ത് തെസ്സലോനിക്ക സഭ വർദ്ധിക്കുകയാണ്. പ്രിയരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അനേകരുടെ വിശ്വാസം തണുത്തു പോവുകയാണ്. അനേകരുടെ വിശ്വാസം ക്ഷീണിച്ചു പോവുകയാണ്. കാരണം എന്തെന്നറിയാവോ? ഈ വിശ്വാസത്തിലേക്ക് അവർ പ്രവേശിച്ചത് ചില നന്മകൾ കണ്ടിട്ടാണ്. അതായത്, നന്മയെന്ന് പറയുമ്പോൾ ഉയരത്തിലെ നന്മയല്ല, ഈ ലോകത്തിലെ ചില നന്മകൾ, ഈ ലോകത്തിലെ ചില സുഖങ്ങൾ ഇല്ലെന്നോ വേണ്ടെന്നോ അല്ല. കടഭാരമായിട്ട് വരുന്നവർക്ക് കർത്താവ് കടഭാരത്തെ മാറ്റും. രോഗത്തോടെ വരുന്നവർക്ക് കർത്താവ് രോഗസൗഖ്യം നൽകും. എന്നാൽ കടഭാരം മാറാതെയും രോഗസൗഖ്യം നീങ്ങാതെയും ഈ കർത്താവിനെ പിൻപറ്റി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒത്തിരി പേരുണ്ട് എന്ന് പറഞ്ഞ് ദൈവം ഇല്ല എന്നോ കടഭാരം മാറ്റാൻ കഴിയാത്ത ദൈവമെന്നോ അല്ല എൻ്റെ അർത്ഥം. ദൈവം ചിലർക്ക് ചിലത് ഒരുക്കിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മൾ ഇവിടെ വച്ച് വിധി എഴുതരുത്. കർത്താവ് പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം ഉയരത്തിലാണ്. എൻ്റെ അർത്ഥം എന്താ പറയതേ? നമുക്ക് മറുപടി പറയുന്നത് ഉയരത്തിലാണ്. എന്നാൽ ഇവിടെ തെസ്സലോനിക്ക സഭയ്ക്കകത്ത് വിശ്വാസം വർദ്ധിക്കുകയാണ്. അവരുടെ അകത്ത് ദൈവത്തിലുള്ള വിശ്വാസത്തെ അവർ മുറുകെ പിടിക്കുകയാണ്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ആളാം പ്രതി നിങ്ങൾക്ക് എല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാണ്. പരസ്പരം അവർക്ക് സ്നേഹം അങ്ങോട്ട് വർദ്ധിക്കുക, അവരിൽ യോഗ്യത വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞ സുവിശേഷം, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷം, നിങ്ങളിലൂടെ അത് വെളിപ്പെടുത്തുമ്പോൾ അവിടെ പറയുന്നു, ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. പ്രിയരെ, ഇതുപോലെ ക്വാളിറ്റിയുള്ള, ദൈവം ആഗ്രഹിക്കുന്ന പ്രയാസങ്ങൾക്കകത്ത്, ദൈവം ഇഷ്ടപ്പെടുന്ന നന്മകൾക്കകത്ത്, കർത്താവിൻ്റെ വഴിയെ നടന്ന് ഇടുക്കുവാതിലിനകത്തും ഞെരുക്കമുള്ള വഴിക്കകത്തും സന്തോഷിച്ച്, ഇവിടെയല്ല ഉയരത്തിലാണ് ഭവനമെന്ന് പ്രത്യാശയോടെ വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.